പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹൈറിച്ച് കേസ് തോറ്റതിന് പിന്നെ അവർ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ലീഡർമാരൊക്കെ. അപ്പോൾ ആ സൂം മീറ്റിങ്ങിൽ ഒരു വലിയ വാഗ്ദാനം നിക്ഷേപകർക്ക് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ലീഡർ മുസ്തഫ എന്ന് പറയുന്നത് വലിയ ലീഡറാണ്, എറണാകുളത്തുള്ള ലീഡറാണ്. അദ്ദേഹം സെഷൻസ് കോടതിയിലെ എല്ലാ ദിവസവും ഹാജരാവുമായിരുന്നു. ഈ കേസ് ജയിക്കുമെന്ന് വിചാരിച്ച് എല്ലാ ദിവസവും ഹാജരാവുമായിരുന്നു. അവസാനം ഇവർ കേസ് തോക്കുകയും ന്യൂട്ടൺസ് ലോയിലെ ഇതിൻ്റെ അപ്പീൽ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തതിന് ശേഷം മുസ്തഫ പറഞ്ഞത് വെറും 2 മാസം കൊണ്ട്, ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ ഉത്തരവ് വന്നത്. അപ്പോൾ 2 മാസം കൊണ്ട് ഞങ്ങൾ ഈ കേസ് ജയിക്കും, ആരും ഒന്നും പേടിക്കേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മുസ്തഫ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് FIR ഇടുന്നവർ ഇടട്ടെ, എന്തായാലും അവരുടെ കാര്യം കട്ട പുകയാണ് എന്നാണ്. FIR ഇടാത്ത നമ്മൾ പൊട്ടന്മാരല്ല, കാരണം FIR ഇട്ടവർക്കൊന്നും ഇതുവരെ ക്യാഷ് കിട്ടിയിട്ടില്ല. FIR ഇട്ടവരുടെ കാര്യം കട്ടപ്പോക എന്ന് പറയാൻ കാരണം ഗ്രീൻകോ കമ്പനിയുടെ കേസ് തന്നെ ഉദാഹരണം. പ്രതാപൻ്റെ മുൻപത്തെ കേസ്, പ്രതാപൻ പറ്റിച്ച കമ്പനിയുടെ കേസാണ് ഇദ്ദേഹം ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത്. വെറും 20 ലക്ഷത്തിൻ്റെ FIR ആണ് അത്. 20 ലക്ഷത്തിൻ്റെ അല്ല, അവിടെ 15 കോടിയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അവസാനം വന്നിരിക്കുന്ന 20 ലക്ഷത്തിൻ്റെ കേസാണ് അദ്ദേഹം പറയുന്നത്. 18 മാസം പ്രതാപൻ സാർ ജയിലിൽ കിടന്നതിൻ്റെ 4 മാസം ഗ്രീൻകോക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അതിൽ 4 മാസം ഫെബ്രുവരി മുതൽ കിടന്നിരിക്കുന്നത് ഗ്രീൻകോവിൻ്റെ കേസിലെ വിധി വന്നതിന് ശേഷമാണ് പ്രതാപൻ കിടന്നിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 20 ലക്ഷം അന്നേ പുള്ളിക്ക് കൊടുക്കാമായിരുന്നു, പക്ഷേ കൊടുത്തില്ല. പുള്ളി ജയിലിൽ കിടന്നു. FIR ഇട്ടവർക്ക് ക്യാഷ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ ഇതിലും ചെറിയ സംശയമുണ്ട്. അവസാനം ആ ഒരു കേസിലും അപ്പീൽ പോയി ഈ പറഞ്ഞ പൈസ കോടതിയിൽ കെട്ടിവെച്ചതിന് ശേഷമാണ് പ്രതാപൻ ഇറങ്ങിയത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി ഹൈറിച്ചിൻ്റെ കാര്യം. 2 വർഷം മുമ്പ് 67 FIR ഇട്ടതാ. ഇപ്പോൾ ക്യാഷ് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ക്യാഷ് കിട്ടിയോ? വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ വക്കീൽ എവിടെ പോയി? കമ്പനി തിരിച്ചു വന്നാൽ ആദ്യം ക്യാഷ് കിട്ടുന്നത് FIR ഇടാത്തവർക്കായിരിക്കും. ഇദ്ദേഹം വീണ്ടും മണ്ടത്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. FIR ഇട്ടവരുടെ ക്യാഷ് കിട്ടണമെങ്കിൽ പിന്നെയും കാലം കഴിയും. ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിയില്ലായ്മ എന്ന് പറയുന്നത്. ഈ വിധിയിൽ ഇനി എന്ത് തന്നെയായാലും FIR ഇട്ടവരുടെ ക്യാഷിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ച ഒരു വിധിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. പറയുന്ന ക്യാഷ് എടുത്തു കൊടുക്കാനൊന്നും കോടതിക്ക് കഴിയില്ല. പിന്നെ കോടതിക്ക് എന്താണ് കഴിയുക? കോടതി പറഞ്ഞിട്ടാണ് ഇവരുടെ പണമൊക്കെ സ്റ്റേറ്റ് ബാങ്കിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിന് മാനേജ്മെൻറ്റ് ഭാഗത്ത് നിന്നും വ്യക്തമായ ഡീറ്റെയിൽസ് കിട്ടണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിക്ഷേപകരുടെ പണമാണ് എന്ന് കോടതിക്ക് ബോധ്യമായാൽ മതി. FIR ഇട്ടവരെ ചുറ്റിക്കാൻ മാനേജ്മെൻറ്റിന് കഴിയും? ഒരിക്കലും കഴിയില്ല. കമ്പനിയെ തകർക്കാൻ നോക്കുന്നവരുടെ വാക്കുകൾ കേട്ടിട്ട് FIR ഇടാൻ പോകുന്നതിന് മുമ്പ് ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. കമ്പനിയെ തകർക്കാനൊന്നുമില്ല. കമ്പനിയൊക്കെ തകർന്ന് തരിപ്പണമായി. ഒരു ബോർഡ് പോലും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. മുതലാളിമാർ പോലും തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ക്യാഷ് നമ്മുടേതാണെന്ന് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? ഇദ്ദേഹമൊക്കെ ഇതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ലീഡറാണ്. FIR ഇടാൻ പറയുന്നവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കമ്പനിയിൽ ഇല്ല. പിന്നെ എന്താണ് കമ്പനിയിൽ ഉള്ളത്? കമ്പനിയിൽ ഉള്ളത് നിക്ഷേപമാണെന്ന് സെഷൻസ് കോടതി വിധിയിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട്. അവരുടെ ബോണ്ടുകളൊക്കെ കോടതിയിൽ തെളിഞ്ഞതുമാണ്. ഏറിയാൽ 1-2 ലക്ഷം മാത്രം. അവരാരും നാഷണൽ പ്രൊമോട്ടേഴ്സ് അല്ല. അതെ, നാഷണൽ പ്രൊമോട്ടേഴ്സും ഇൻ്റർനാഷണൽ പ്രൊമോട്ടേഴ്സും ഒന്നും
അധികം പണമുണ്ടാക്കിയവരല്ല, ഒരുപാട് ആൾക്കാരെ പറ്റിച്ചവരാണ്. അവർക്ക് അതിനേക്കാൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പ്രൊമോട്ടർമാർക്കാണ് അതിനേക്കാൾ കൂടുതൽ കിട്ടിയിരിക്കുന്നത്, അല്ലാതെ സാധാരണ നിക്ഷേപകർക്കല്ല. നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കുകയും ഇനിയെല്ലാം ഓരോരുത്തരുടെയും ഇഷ്ടം, നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതെ, 2 വർഷം ആൾക്കാർ നല്ലവണ്ണം ഈ കമ്പനിയെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇപ്പോൾ FIR ഇടാനും ഇതുപോലെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കാനും വേണ്ടി നടക്കുന്നത്. ഗ്രീൻകോ കേസ് ഇത്രയധികം നീളാനും ഈ ഒക്കെ കാരണമെന്ന് പറയുന്നത് ഇതിൽ ആ സമയത്ത് ബഡ്സ് ആക്ട് നിലവിലുണ്ടായിരുന്നില്ല എന്നതാണ്. ഗ്രീൻകോ കേസ് 2014 രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ സമയത്ത് ബഡ്സ് ആക്ട് നിലവിലുണ്ടായിരുന്നില്ല. ബഡ്സ് ആക്ട് 2019 കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരിക്കുന്നത്. അത് 2021 കേരള ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസ് എത്ര നീണ്ടുപോയാലും അതിനിടയിൽ തന്നെ യോഗ്യരായ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുക ഇതിന് വേണ്ടിയിട്ടാണ് ബഡ്സ് ആക്ട്. അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് നിക്ഷേപകർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ആസ്തികൾ വിറ്റ് എത്രയും പെട്ടെന്ന് നിക്ഷേപകർക്ക് തിരികെ കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രീൻകോയിൽ അവസാനം വന്ന ആ 20 ലക്ഷത്തിൻ്റെ കേസ് ഒഴിച്ച് ബാക്കിയെല്ലാം കേസിലും പൈസ സെറ്റിൽ ചെയ്തു എന്ന് ഹൈറിച്ചിൻ്റെ CEO തന്നെ ഇൻ്റർവ്യൂവിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പ്രതാപൻ ജയിലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ അത് സെറ്റിൽ ചെയ്തു, ഇത് സെറ്റിൽ ചെയ്തു, എൻ്റെ പിന്നെ പൈസ ചോദിച്ചു വരുന്നവർക്ക് എൻ്റെ അരഞ്ഞാണം കൊടുത്തു, മാല കൊടുത്തു, കെട്ടുതാലി കൊടുത്തു എന്നൊക്കെയുള്ള കഥകൾ. അപ്പോൾ ഈ കഥകളൊക്കെ മുസ്തഫ അറിയാതെയായിരിക്കാം ഇത്തരത്തിൽ ബിഡൽസ് വിടുന്നത്. മുസ്തഫ പണ്ട് വിട്ട ഒരു ബിഡൽസാണ് 2 മാസം കൊണ്ട് കമ്പനി കേസ് ജയിച്ച് നിങ്ങളുടെയൊക്കെ പണം തരും എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഉള്ളത് നിക്ഷേപകരുടെ പണമാണ് എന്ന് കോടതിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ SBI ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്ക് ആ പൈസ മാറ്റാൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ ക്ലെയിം ഇപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ ഈ ഒരു ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസൊക്കെ തന്നെ അടുത്ത സിറ്റിങ്ങിൻ്റെ ദിവസം കോടതിയിൽ ഹാജരാക്കിയാൽ ഒരുപക്ഷെ അന്ന് തന്നെ ചിലപ്പോൾ നിക്ഷേപകർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവെന്തായാലും അടുത്ത സിറ്റിങ്ങിലും കമ്പനി ഈ കേസ് മെറിറ്റിൽ വാദിക്കാൻ തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിക്ഷേപകരുടെ വക്കീലും ബാക്കി ഇംപ്ലീഡ് ചെയ്തവരും എല്ലാവരും തന്നെ അവരുടെ ഈ ക്ലെയിം പെറ്റീഷനിൽ ഒരു തീരുമാനം ആക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ കോടതി ഒരുപക്ഷെ ഇടക്കാല ഉത്തരവ് പാസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ ക്ലെയിം പെറ്റീഷൻ കൊടുക്കുക, ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ കയറി പറ്റുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്.